കൽക്കി 2898 AD എന്ന് പറഞ്ഞ ഒരു സിനിമ അത് കണ്ടായിരുന്നു. ഇറങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷമായി. ഞാനിപ്പോഴാണ് ഇതിൻ്റെ ഒരു OTT എക്സ്പീരിയൻസ് ഇപ്പോഴാണ് കാണുന്നത്. അതായത് ഈ സിനിമ ഒന്ന് വിശദകരമായിട്ടൊന്ന് കണ്ടതിൻ്റെ പ്രമേയം, തീം, കാര്യങ്ങൾ, ആക്ടിങ്, സ്ക്രിപ്റ്റ് വർക്ക്, പെർഫോമൻസ് ലെവൽ, ഫ്ലോ അപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വിശദകരമായിട്ട് നോക്കിയ സമയത്ത് അതിൽ നിന്ന് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റിയ എൻ്റെ ഒരു റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. ഈ ഒരു സിനിമയുണ്ടല്ലോ, ഒരു നോർമൽ ഓഡിയൻസിന് പറ്റിയ ടൈപ്പ് ഓഫ് സിനിമയല്ല. സിനിമാ പ്രേമികൾക്ക് പറ്റിയൊരു സിനിമയാണ് വിഷ്വലി പരമായിട്ട്. പക്ഷേ ഇതിൻ്റെ ഒരു മർമ്മം, ഈ സിനിമയെ കൂടെ പറയാൻ വേണ്ടി ആകുന്ന ഒരു തീം എന്താണെന്നുള്ള കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം അറിവുള്ളവർക്ക് മാത്രമേ ഈ സിനിമ കറക്റ്റ് പോയിൻ്റ് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇതങ്ങനൊരു സിനിമയാണത്. അല്ലാതെ ഇതിൻ്റെ നായകൻ പ്രഭാസാണ്, അല്ലെങ്കിൽ ആക്ടിങ് പോരാ, പെർഫോമൻസ് പോരാ, സ്ക്രിപ്റ്റ് വർക്ക് പോരെന്നുള്ള, അല്ലെങ്കിൽ വിഷ്വൽ പരമായിട്ടുള്ള കുറേ പ്രോബ്ലം കാരണമുണ്ടെന്നുള്ള ഒരു മൈൻഡ് സെറ്റിലൂടെ കാണുന്ന ആൾക്കാർക്ക് ഈ സിനിമ ഒട്ടും അങ്ങോട്ട് പിടിക്കത്തില്ല. മഹാഭാരതം എന്താണെന്നും അതിൻ്റെ ഒരു ബേസിക് തീമെങ്കിലും അറിഞ്ഞ ആൾക്കാർക്ക് മാത്രമേ ഈ സിനിമ ഒരു മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു സ്റ്റോറി ലൈനപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. അഭിമന്യു, അശ്വത്ഥാത്മ, ശ്രീകൃഷ്ണൻ, അങ്ങനെയുള്ള മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെയും വ്യക്തികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു സ്ക്രിപ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലുപരി കൽക്കി എന്ന് പറഞ്ഞ ഒരു അവതാരം, അതായത് നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ ഏറ്റവും അവസാനത്തെ അവതാരമായ കൽക്കി, കലിയുഗത്തിൽ വരാൻ വേണ്ടി പോകുന്ന കൽക്കി എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തിൻ്റെ ആ ഒരു അടിസ്ഥാനപരമായ ഒരു ബാക്ക്ഗ്രൗണ്ടും സന്ദർഭങ്ങളും കൂടെ ഈ സ്ക്രിപ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വലിയ താരനിരയാണ് ഈ സിനിമയിൽ വരുന്നത്. അതായത് ഇന്ത്യൻ സിനിമയിലെ ബിഗ് ബി എന്നറിയപ്പെടുന്ന അമിതാഭ് ബച്ചൻ മുതൽ നമ്മുടെ മലയാള സിനിമയിലെ ഒരു യങ്സ്റ്റർ നായികയെ അന്നാബെൻ വരെയുള്ള ക്യാരക്ടറൈസേഷൻ, കമൽഹാസൻ, ശോഭന, പ്രഭാസ്, അങ്ങനെ എത്രയോ താരങ്ങൾ, ശരത് കുമാർ, അങ്ങനെ ഒരുപാട് നീണ്ടു പോകുന്ന ഒരുപാട് താരങ്ങളും ഈ സിനിമയുടെ ബിഗിനിങ്ങിലെ മഹാഭാരതം സിനിമയിലെ അഭിമന്യു എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം, ആ ഒരു സംഭവത്തെ ആസ്പദമാക്കിയാണ് ഈ സിനിമയുടെ ഒരു സ്റ്റാർട്ടിങ് തന്നെ കൊടുത്തിരിക്കുന്നത്. വിജയ് ദേവരെ കൊണ്ടാണ് ആ ഒരു കഥാപാത്രം ചെയ്ത് അശ്വത്ഥാത്മാവിനൊരു ശാപം കൊടുക്കുന്ന ആ ഒരു തീം വെച്ചാണ് ഈ സിനിമ ഇങ്ങനെ റൺ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. മഹാഭാരത സിനിമയിൽ ഇൻക്ലൂഡിങ് ഹനുമാൻ വരെ ഈ സിനിമയിലുണ്ട്. ആ ചിലയിടങ്ങളിൽ വരുന്ന ഒരു മഹാഭാരതത്തിൻ്റെ ഒരു മേക്കിങ്, ഇത് നമ്മൾ ഈ ഒരു ഹിന്ദി സീരിയലിൽ മാത്രം കണ്ടൊതുങ്ങി നമ്മുടെ രാമായണം, മഹാഭാരതം മേക്കിന് അപ്പുറത്തേക്ക് സിനിമയിലൊക്കെ ഇങ്ങനത്തെ കുറച്ച് ഏടിലൊക്കെ വരുമ്പോൾ ഇത്ര മനോഹരമായിട്ടാണ് ഈ സിനിമ ഇങ്ങനെ ചെയ്തു വച്ചിരിക്കുന്നത്. എത്രയോ മനോഹരമായിട്ട് ആ ഒരു VFX, വിഷ്വലൈസേഷൻ, ട്രീറ്റ്, പെർഫോമൻസ് എല്ലാം കൊണ്ടും ഗംഭീരമായിരുന്നു. എന്ത് മനോഹരമായിട്ടാണ് ആ ഒരു മഹാഭാരത സെക്ഷൻ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. രാജമൗലിയുടെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ് ഈ മഹാഭാരതം എന്ന് പറഞ്ഞ ആ ഒരു സംഭവം. അത് ഇറങ്ങിയ സൂപ്പറായി. പക്ഷേ ഇത് ഇങ്ങനെയുള്ള ഒരു ചെറിയ ഒരു ഇതിൽ തന്നെ നാഗ് അശ്വിൻ എന്ന് പറഞ്ഞ ആളാണ് ഈ സിനിമ എടുത്തേക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ലൈറ്റ് മേക്കിംഗ് സൂപ്പറായിരുന്നു. പിന്നെ നമ്മുടെ പ്രസൻറ്റ് കാലത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഗംഗാ നദി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ, നമ്മൾ ഇന്നത്തെ ഇപ്പോൾ ഒരു കാശി, രാമേശ്വരം, അങ്ങനെ നമ്മൾ പറയും, അങ്ങനത്തെ കുറേ സ്ഥലങ്ങളത്തൊക്കെയാണ് ഈ ഒരു ലൈനപ്പ്, ഇങ്ങനെ സ്റ്റോറി ലൈനപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പല ഭാഗങ്ങളിലും ഒരു യൂണിറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. യൂണിറ്റ് സംബന്ധപ്പെട്ട, അതായത് എനർജി പരമായിട്ടുള്ള ഒരു ശക്തിയാണ് ഇനിയുള്ള മനുഷ്യന്മാരുടെ ഇതെന്ന് പറഞ്ഞാൽ. അവരിപ്പം നമ്മൾ പൈസയ്ക്ക് മൂല്യം കൊടുക്കുന്നതെങ്കിൽ അവിടെ യൂണിറ്റ്സ്, കറണ്ടിനൊക്കെയാണ് വില കൊടുക്കുന്നത്. അങ്ങനത്തെ ഒരു കാലങ്ങളൊക്കെ ഒരുപാട് മാറിപ്പോയി. അങ്ങനെ ഒരു സംഭവം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വന്ന കഥാപാത്രങ്ങളെല്ലാം ഒന്നിനൊന്നിന് ബെറ്ററായിരുന്നു. നമ്മൾ ഈ ഒരു സിനിമയിൽ ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഒരു മഹാഭാരതം അതിൻ്റെ ഒരു ടച്ചിൽ നമ്മളിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് ഈ സിനിമ കാണാൻ. ഇതിൽ മെയിൻ ലീഡിങ് പോകുന്നത് കമൽഹാസൻ്റെ കഥാപാത്രമായ സുപ്രീം യാസ്കിൻ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു പശ്ചാത്തലം വെച്ചാണ് ഈ സിനിമ റൺ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് തുല്യം നിൽക്കുന്ന അമിതാഭ് ബച്ചൻ്റെ അശ്വത്ഥാത്മ എന്നൊരു കഥാപാത്രം, ആ ഒരു കഥാപാത്രം സത്യം പറഞ്ഞാൽ ആ ഒരു കഥാപാത്രം ഉണ്ടാകുന്ന കുറേ പെർഫോമൻസുകൾ. ഇത്ര പ്രായത്തിൽ അമിതാഭ് ബച്ചൻ്റെ ഒരു പെർഫോമൻസ്, ഫൈറ്റ് ഗംഭീരം. ഇത്രയും ഒരു ഏജിൽ അങ്ങനെയുള്ള എനർജി ലെവലൊക്കെ നമ്മൾ സമ്മതിച്ചെടുക്കേണ്ടത് തന്നെയാണ്. അങ്ങനെ ഒരുപാട് താരങ്ങൾ, ശോഭനയൊക്കെ വന്നത്, ശോഭനയുടെയൊക്കെ കഥാപാത്രം ഈ സ്ക്രിപ്റ്റിൽ തുല്യമായി തന്നെയാണ്. അന്നാബെന്നും ഗംഭീരമാണ്. അന്നാബെന്നിനൊക്കെ ഒത്തിരി പോലെ സീൻ ഉണ്ടെങ്കിൽ പോലും അന്നാബെനൊക്കെ തകർത്തിട്ടുണ്ട്. ആ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു മാനർസങ്ങളൊക്കെ അന്നാബെൻ പെർഫെക്റ്റ് ആയിരുന്നു. ആൾമോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു മഹാഭാരതം, ഒരു കൽക്കി അവതാരം, ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വെച്ചൊരു ഗംഭീര പടം. ഒരു ലൈറ്റ് വെർഷൻ ഓഫ് മഹാഭാരതം കാണാൻ വേണ്ടി പറ്റി കൽക്കിയുടെ
ന്യൂ വെർഷൻ ഈ കൽക്കി അവതരിപ്പിക്കാൻ വേണ്ടി പോണ ഇങ്ങനത്തെ കാലഘട്ടങ്ങളിലൊക്കെ ആണെന്ന് നമുക്ക് തോന്നിപ്പോൾ. ഹിന്ദു മിത്തോളജി അല്ലെങ്കിൽ ഹിന്ദു ഐതിഹ്യം പറഞ്ഞു മഹാവിഷ്ണുവിൻ്റെ 10ാമത്തെ അവതാരമായ കൽക്കി അത് കലിയുഗത്തിൻ്റെ അവസാനം വരുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ വിശ്വാസം ഇങ്ങനെ നിൽക്കാൻ നേരത്ത് അതിന് തുല്യമായിട്ടൊരു കാലഘട്ടങ്ങളൊക്കെ മാറിപ്പോകുന്ന അങ്ങനെ ഒരു ടൈപ്പിലാണ് ഈ ഒരു സംഭവം അവതരിപ്പിച്ചത്. എന്നെ അപേക്ഷിച്ച് ഈ സിനിമ എനിക്ക് നന്നായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റി, ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു സിനിമ തന്നെയായിരുന്നു. ചിലയിടങ്ങളിലൊക്കെ ഈ ഡയലോഗ് ഡബ്ബിങ്, മലയാള ഡബ്ബിങ് ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നിപ്പോയി. ആൾമോസ്റ്റ് അത് മാത്രമേ ചിലയിടങ്ങളിലൊക്കെ മാത്രം ഡബ്ബിങ് വളരെ മോശമായിപ്പോയി. ആ ഒരു കാര്യങ്ങളൊക്കെ മാത്രം എനിക്കൊരു നെഗറ്റീവ് അർത്ഥം. പക്ഷേ ബാക്കിയുള്ള ഒരു സിനിമ അതിനിപ്പോൾ നോക്കുകയാണെങ്കിൽ ഗംഭീരം. പിന്നെ പ്രഭാസിൻ്റെ പെർഫോമൻസിനെ പറ്റി പിന്നെ പ്രഭാസ് ഈ ഡബ്ബിങ് മോശമാണെങ്കിൽ പോലും പുള്ളിയുടെ ഒരു പെർഫോമൻസ്, ഒരു കഥാപാത്രത്തിൻ്റെ ഒരു മാനറിസങ്ങളൊക്കെ തുടക്കമേ കൊണ്ടുവരാൻ വേണ്ടി പറ്റി. അതെല്ലാം ഉൾപ്പെടുത്തി നോക്കുകയാണെങ്കിൽ മികച്ചൊരു പടമാണ് ഈ ഒരു കൽക്കി 2898 AD എന്ന് പറഞ്ഞ ഒരു സിനിമ. ടെലിഗ്രാമിലേക്ക് ലിങ്ക് അവൈലബിളാണ്, കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇത്രയുള്ളൂ പറയാനായിട്ട്.